ഹലോ എല്ലാവരും നമ്മുടെ ഈ പോഡ്കാസ്റ്റിന്റെ സെക്കൻഡ് പാർട്ടൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടല്ലോ അല്ലേ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സിനിമാ പ്രേമികളാണെങ്കിൽ ആ ഒരു ലോകത്തോട്ട് ആക്ടിങ് സ്കില്ലില്ലാതെ എങ്ങനെ വരാം എന്നതിനെ പറ്റിയിട്ടാണ്. ടെക്നിക്കലി നിങ്ങൾ എക്സ്പേർട്ടാണോ എന്നാൽ ഒട്ടും മടിക്കണ്ട കേട്ടോ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്തായാലും രസകരമായ ചില സംഭവങ്ങളും അതുപോലെ തന്നെ ഒരു എഡിറ്റർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഡയറക്ടർ എന്ന നിലയിൽ ടോൺ മാക്സ് എന്തുമാത്രം എക്സ്പീരിയൻസ്ഡ് ആണെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്കറിയാം. ആ ഒരു പാഷനും നമുക്ക് കേട്ട് തന്നെ അറിയാം അല്ലേ? ഇനി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന, എഡിറ്റർ എന്ന നിലയിൽ നമ്മൾ കുറച്ച് നേരം സംസാരിച്ചു. എഡിറ്ററിന്റെ എന്താ പറയുന്നത്, എഡിറ്റർ ആ ജേർണിയിൽ ഫസ്റ്റ് മൂവീസിനെ പറ്റി പറഞ്ഞു, എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞു. ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലോട്ട് ജോലി നോക്കുന്നവർക്ക് എങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാം എന്നതിനെ പറ്റി പറഞ്ഞു. എഡിറ്ററിന് അപ്പുറം ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും ആണ്. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എപ്പോഴാണ് എഡിറ്റർ എന്ന നിലയിൽ നിന്നൊരു ഡയറക്ടറായി മാറണമെന്ന് തോന്നിയത്? ഡയറക്ഷൻ കുറെ നാള് മുമ്പ് തന്നെ മൈൻഡിലുണ്ടായിരുന്നു. ഫിലിം ഡയറക്ട് ചെയ്യണം. അങ്ങനെ ആദ്യത്തെ ഫിലിം ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പൊ ഒരു ഫിലിം റീസെന്റ് ഇപ്പം കഴിഞ്ഞു. ഇപ്പം റിലീസ് പരിപാടികളൊക്കെ ഫിലിമിന്റെ ഒരു അറ്റ് എന്നാണ്, അറ്റ് ദ റേറ്റ്. അതൊരു പുതിയൊരു സ്റ്റൈൽ ഓഫ് ഫിലിമാണ്. അത് ആക്ച്വലി ഒരു ഡാർക്ക് വെബ് ബേസ് ചെയ്തിട്ടുള്ള സൈബർ ക്രൈംസും അങ്ങനത്തെ പരിപാടികളാണ്. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് മേക്കിംഗ് ആണ് ഫിലിമിന്റെ. ഇതിനകത്ത് നമ്മള് ടെക്നോളജി മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. എഡിറ്റ് ആണെങ്കിലും വേറെ ഒരു സ്റ്റൈലാണ് എന്റെ പടത്തിന്റെ. പുതിയ ആളുകളാണോ? പുതിയ ആൾക്കാർ. അപ്പൊ ഇന്ന് റിലീസും കാര്യങ്ങളൊക്കെ 2 monthsനുള്ളിൽ റിലീസ് ആണ്. 2 monthsനുള്ളിൽ. ഓക്കെ, വെരി ഗുഡ്. എല്ലാ ലാംഗ്വേജിലുണ്ട് ഇപ്പൊ ഒരു ഇതാണല്ലോ, പാൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ. അതോ മലയാളത്തിൽ മാത്രമാണോ? മലയാളത്തിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വലിയ ഹ്യൂജ് ഫിലിം അല്ല. വെരി ഗുഡ്. ന്യൂ അപ്കമിംഗ് പ്രോജക്ട്സ് നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രോജക്ട്സ് ഉണ്ടോ? പ്രോജക്ട്സുകളെല്ലാം ഇങ്ങനെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഞാനിപ്പോ കൂടുതലും ഡയറക്ഷൻ ആണ്. അപ്പൊ എഡിറ്റർ എന്ന നിലയിൽ പേരെടുത്തിട്ട് ഇനിയിപ്പോ ഡയറക്ടർ എന്ന നിലയിലേക്കാണ്. ഓൾ ദി ബെസ്റ്റ്. നമ്മൾക്ക് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയർലൻഡില് ഇപ്പം ഒത്തിരി പ്രോഗ്രാംസോ അങ്ങനെ എന്തെങ്കിലും നാട്ടിൽ നിന്നൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോ അതാണ് നമ്മൾ കൂടുതലും സെലിബ്രിറ്റീസിനെ കാണുന്നതും. അപ്പൊ നമ്മൾക്ക് നാടുമായിട്ടുള്ള ഒരു ബന്ധം അങ്ങനെ മീഡിയയിലൂടെ മാത്രമല്ല, ഇവിടെ ആളുകൾ വരുമ്പോൾ ഇപ്പൊ വന്നിപ്പോ ലാസ്റ്റ് റീസെന്റ് ഇയേഴ്സിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരുപാട് കമ്മ്യൂണിറ്റി സെലിബ്രേഷൻസ് ആണ്. ഒരുപാട്. അപ്പം നാട്ടിലേക്ക് കൂടുതൽ ആഘോഷങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും അയർലൻഡിലൊക്കെ ഒരു മൂവിയൊക്കെ ഷൂട്ട് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതിനുള്ള എല്ലാ എന്താ പറയുന്നത് പ്രോത്സാഹനങ്ങളും ഓൾ ദി ബെസ്റ്റും പറയുന്നു കേട്ടോ. ഈ നമ്മള് എഡിറ്റർ ഡയറക്ടർ എന്ന് പറഞ്ഞ പ്രൊഡ്യൂസർ എന്ന നിലയിലും ഞാൻ കണ്ടിരുന്നു. ഏത് മൂവിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്? അപ്പൊ ഡയറക്ടറും പ്രൊഡക്ഷൻ. ഫാമിലി എല്ലാരും എറണാകുളത്താണ്. ഓക്കെ. ഞാൻ ഈ കരിയറിനെ പറ്റി ചോദിക്കാൻ വിട്ടുപോയ കാര്യമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഏത് കോഴ്സാണ്, അങ്ങനെ ഒരു കോഴ്സിനെ പറ്റി പറയാനുണ്ടോ? ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ? എഡിറ്റിംഗ് ആക്ച്വലി നമ്മൾ ഫുള്ളി അതിൽ നമുക്കൊരു എഡിറ്റർ ആകണം. ഡ്രീം ഫൈനൽ എഡിറ്റർ എന്നുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് ഒരു ഇതിൽ തന്നെ നമ്മളൊരു പൂനെ പോലത്തെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ പുറത്ത് തന്നെ ന്യൂയോർക്കിലോ അങ്ങനെയൊക്കെ പോയി അതിന്റെ എഡിറ്റിന്റെ തന്നെ ഒരു കോഴ്സ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് ടൈം ആണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് കോഴ്സസ് ഉണ്ട്. ഇപ്പം കൊച്ചിയിൽ തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ബോംബെയിലുണ്ട്. അത് എടുക്കുമ്പോൾ നമ്മൾ ഫിലിം മേക്കിംഗ് എടുക്കാതെ എഡിറ്റ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പം ഫിലിം മേക്കിംഗ് ആകുമ്പോൾ നമ്മൾ ഒരു 3 year പോയാലും അതിനകത്ത് എഡിറ്റിംഗ് ഒരു പോർഷൻ മാത്രമേ വരൂ. ഫസ്റ്റ് ട്രയൽ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ എഡിറ്റിംഗ് ഓണായിട്ട് യൂട്യൂബിൽ നിന്ന് പഠിക്കുക ആദ്യം. അതിനുശേഷം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അല്ലെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, സ്കിൽ ഉണ്ടോ? ഓക്കെ, അത് ശരിയാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പോഴുള്ള കാര്യങ്ങളാണല്ലോ നമുക്ക് അല്ലെ. ക്ഷമയുണ്ടോ എല്ലാം അറിയാൻ പറ്റും. ഓക്കെ,
ഈ ലൈക്ക് ഞാൻ പ്രിയദർശൻ സാറാന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് എഡിറ്റിംഗ് ടേബിളിലാണ് ഒരു മൂവി ആക്ച്വലി ഉണ്ടാവുന്നത് ജനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പറ്റി എന്താ പറയാനുള്ളത്? സത്യമാണോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് എന്റെ കയ്യിൽ വന്നത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ത്രൂ എഡിറ്റിംഗ് ത്രൂ മൈ സ്കിൽസ് ഓർ ജഡ്ജ്മെന്റ്? ഇതെല്ലാം ഒരു എന്താണ് ഒരു ഡയറക്ടറായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷൻ ആണ്. ആക്ച്വലി ഹസ്ബൻഡ് വൈഫ് പോലെയാണ് എഡിറ്റർ എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നു. അവര് നമ്മളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടത്. നമുക്കൊരു ഫിലിമിന്റെ ഷൂട്ട് ഇപ്പൊ ഒരു 30 days അല്ലെങ്കിൽ ഒരു 100 days ഉള്ള ഫിലിമാണ് ഷൂട്ട് ചെയ്താല് അതിലും കൂടുതലാണ് നമ്മള് അവർക്ക് എഡിറ്ററുമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടത്. നമ്മള് ചില മൂവീസ് ഒക്കെ ഭയങ്കര ലെങ്ത് കാണും, 4 hours കാണും, 5 hours കാണും. അപ്പൊ അതിനെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ട് ഒരു 2 hour അല്ലെ 2:30 അത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. അപ്പൊ അത് ഡിസ്കസ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്പം ഡയറക്ടറും എഡിറ്ററുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷൻ വേണം. അതിനകത്ത് ഡിസിഷൻ ഭയങ്കര ക്രൂഷ്യലാണ്. സീൻ വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത്ര ലെങ്ത് വേണോ വേണ്ട, അത് എഡിറ്ററുമായിട്ട്. അപ്പൊ അത് പ്രിൻസ് സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മള് എഡിറ്റിംഗ് ടേബിളിൽ ചില സ്റ്റോറീസ് നമ്മൾ മാറ്റാനും പറ്റും. ഇപ്പം ഒരു ക്രോണോളജിക്കൽ ഓർഡറിലുള്ള ഒരു മൂവി ആണെങ്കിൽ നമുക്ക് അതിനെ ഒരു നോൺ ലീനിയർ അല്ലെങ്കിൽ ലീനിയറിനെ നമുക്ക് നോൺ ലീനിയർ ആക്കാൻ പറ്റും. ആ പാറ്റേൺ നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല ഇതിലാണ്, എഡിറ്റിലാണ്. ഏതെങ്കിലും മൂവിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ? ലൈക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് പ്രൊഡ്യൂസർ അല്ലെ എന്താണ് ഡയറക്ടർക്ക് മനസ്സിലാവാത്തത്, ഞാൻ ഈ പറഞ്ഞത് അല്ലെങ്കിൽ ഇതിങ്ങനെ വന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞത് മനസ്സിലായ ഒരു കോൺഫ്ലിക്റ്റിലൂടെ ഒക്കെ കടന്നുപോണ്ടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും മൂവീസ്? കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും എല്ലാ മൂവീസിനും എല്ലാവർക്കും വരാറുണ്ട്. അത് നല്ലതാണല്ലോ അല്ലെ, അങ്ങനെയല്ല ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഡിസ്കഷനിലൂടെ അതൊക്കെ സോൾവ് ചെയ്തെന്ന് പോകും. അപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയിരുന്നോ? എംബ്രാന്റെയും ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ പോയിരുന്നോ മനസ്സിലാക്കാൻ വേണ്ടിട്ട്? ട്രെയിലർ ആണല്ലോ അല്ലെ, എഡിറ്റിംഗ് ട്രെയിലർ. അഖിലേഷ് ആണ് എന്റെ എഡിറ്റർ. എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, എഡിറ്റിംഗ് ടേബിളിൽ വരുമ്പോ ചില ആക്ടേഴ്സിന്റെ ഒക്കെ അല്ലെങ്കിൽ ആക്ട്രസിന്റെ അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിക്കുന്നവരുടെ അഭിനയ മികവ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഇമോഷണലി നമുക്ക് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ എക്സൈറ്റ്മെന്റ് വന്നിട്ടുണ്ടോ? ഇത് എങ്ങനെയായിരിക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോ ഓഡിയൻസ് പെർസീവ് ചെയ്യുന്നതെന്നുള്ള അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ പോയിട്ടുള്ള മൂവീസ് ഏതെങ്കിലും ആയിരിക്കും? എനിക്കറിയാം എംബ്രാൻ എനിക്ക് ചിലപ്പോൾ വൺ ഓഫ് ദം ഇൻ ദ ലിസ്റ്റ്. പക്ഷെ അതല്ലാതെ എഡിറ്റിംഗ് ടേബിളിൽ കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അഭിനയത്തിലൂടെ അത് നമുക്ക് ഒരുപാട് മൂവീസിൽ അങ്ങനെ വരാറുണ്ട്. ചിലരുടെ പെർഫോമൻസ് ഭയങ്കര നല്ലതായിട്ട് നമുക്ക് എഡിറ്റിംഗ് ടേബിളിൽ തന്നെ കാണാം. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കാണുന്നത് ഒരിക്കലും തിയേറ്ററിൽ ഓഡിയൻസ് കാണുന്ന പോലെ അല്ലല്ലോ. മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോ തന്നെ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യും ഓരോ സീനും. പക്ഷെ നമ്മള് കാണുമ്പോ അത് ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇമോഷൻസും ചിലപ്പോ നമുക്ക് ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ തന്നെ കാണുമ്പോ തന്നെ നമുക്ക് കിട്ടും. അത് നമുക്ക് ഭയങ്കര വർക്കാവും. അപ്പം ചിലത് നമ്മള് ചിലപ്പോ ഒരു ഷോർട്ടായിട്ട് ഇപ്പൊ ഒരു റിയാക്ഷൻ ആയിട്ടുള്ള ഷോട്ട് ആണെങ്കിൽ അതിനൊരു 1 second ഉള്ളെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു 1.5 seconds അല്ലെങ്കിൽ 2 seconds ചിലപ്പോൾ മേ ബി അത് അതിലും മുകളിൽ പോകാൻ ഹോൾഡ് ചെയ്യും ചിലപ്പോൾ. അപ്പൊ പെർഫോമൻസ് അത്രയും നന്നായിട്ട് ചെയ്യുവാണ് അതിന്റെ ആ ഒരു. അപ്പൊ അത് ഇപ്പൊ പെർഫോമൻസ് കണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോ തോന്നും ഓക്കെ ഇത് ഇവിടെ എഡിറ്റ് ചെയ്യേണ്ടി വരും തോന്നുമ്പോ അങ്ങനെ ഒരു മാനസികമായിട്ട് തോന്നും ഓക്കെ ഇത് നല്ലതാണ് പക്ഷെ എനിക്ക് ഇത് ഉൾപ്പെടുത്താനും പറ്റില്ല, കട്ടാണോ കുട്ടാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടോ? ലൈക്ക് അങ്ങനെയൊക്കെ ഒരുപാട് മൂവീസിൽ വന്നിട്ടുണ്ട്. പിന്നെ അത് ഡയറക്ടേഴ്സും നമ്മള് അവരുടെയും കൂടി ഒരു ഫൈനൽ കോളില് നമ്മളത് ഒഴിവാക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ പോകാം, അല്ലെങ്കിൽ പ്രശ്നമില്ല, ഷൂട്ട് ചെയ്ത് കാര്യം നമ്മൾ മാറ്റാന്ന് പറയുമ്പോ ഒരു വിഷമായിരിക്കും. ഓക്കെ, അത് അപ്പം എനിക്ക് മനസ്സിലായി കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, അത് ഒരു ജേർണി ആണല്ലോ, ലൈക്ക് നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കുമല്ലോ അല്ലെ? അല്ല ഡയറക്ടേഴ്സ് ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഡയറക്ടേഴ്സ് എല്ലാം തന്നെ അവരുടേതായ ഒരു ക്വാളിറ്റിയും മീൻസ് ക്ലാരിറ്റി ഉള്ളവരാണ്. അവർക്ക് അവരുടേതായ ഒരു പ്രോപ്പർ അതിന്റെ ഔട്ട്കം എങ്ങനെ വരണം അല്ലെങ്കിൽ എന്റെ ഫിലിം ഇതാണെന്നുള്ള വളരെ വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരുടെയും കൂടെ തന്നെ ഒരുപാട് ലെജൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് സീനിയേഴ്സ് ആയിട്ടുള്ളവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, തമിഴിലും മലയാളത്തിലും എല്ലാം. അപ്പൊ അവരുടെ എല്ലാം അതിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുകയാണ്. കാരണം നമുക്ക് അവര് എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് അതിനെ കാണുന്നത്. ഞാൻ ചിലപ്പം ആലോചിച്ചതായിരിക്കില്ല അവര് പറയുന്നത്. ചിലപ്പോ ആലോചിക്കാറുണ്ട് ഇത് എന്തിനു വേണോ, അത് പുള്ളിക്ക് ഇത്രയും വേണ്ടതാണോ അല്ലെങ്കിൽ തെറ്റാണോ. പക്ഷെ തിയേറ്ററിൽ അതൊക്കെ ഭയങ്കര വർക്കാവും. അത് ഡയറക്ടറിന്റെ ക്ലാരിറ്റി ഒരു ഇമ്പോർട്ടന്റ് ആണ്.
എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ റെഫറൻസ് എടുക്കാനായിട്ട്? ലൈക്ക് സംടൈംസ് നമ്മൾ ഒരു കാര്യം പ്രോജക്റ്റ് കിട്ടുമ്പോൾ, ഇപ്പം ഞാൻ എൻ്റെ ഒരു ഇതെന്ന് പറയുന്നതാണ്, നമ്മളൊരു പ്രോജക്റ്റ് ഒരു പുതിയ ക്ലയന്റ് എനിക്ക് കിട്ടുമ്പോൾ നമ്മൾ റെഫറൻസ് ചെയ്യാറുണ്ട് അവരുടെ കറന്റ് പ്രോസസ്സ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവർ മുമ്പ് എടുത്തിട്ടുള്ള പ്രോസസ്സ് എങ്ങനെയാണ് അവർ ചെയ്തതെന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അത് ഇതായിട്ടുള്ള ഇതെന്താണ്, അവരെന്താണ് എന്നിൽ നിന്ന്, അല്ലെങ്കിൽ വാട്ട് ദേ ആർ ഗോയിങ് ടു എക്സ്പെക്ട് ഫ്രം മീ ഈ ഒരു ട്രാൻസിഷനിലൂടെ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഞാൻ പറഞ്ഞു സോഫ്റ്റ്വെയറിലാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് വേറെ സോഫ്റ്റ്വെയറിലോട്ട് മാറുമ്പോൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് എന്തായിരിക്കും അവരെ ഡെഫിനറ്റ്ലി കുറെ കാര്യങ്ങൾ അഡ്വാൻസ് ആയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ ഒരു സിംഗിൾ ക്ലിക്കിലൂടെ കുറെ കാര്യങ്ങൾ കിട്ടും, പ്രീവിയസ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിട്ടുണ്ടോ? ഒരു പറയുമോ ലൈക്ക് ഇങ്ങനത്തെ റെഫറൻസ് എടുത്തിട്ട് പ്രീവിയസ് മൂവി ഇങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷെ അതൊന്നും അല്ല നമുക്ക് വേണ്ടത്, ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെ ഒരു കൺസിഡറേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ടോ? ആക്ച്വലി അത് ഒക്കേഷണലി അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പം തീർച്ചയായിട്ടും നമ്മൾ റെഫറൻസ് ചെയ്യും. മീൻസ് നമുക്ക് എത്രത്തോളം നമ്മളെ ഒരു പ്രോഡക്റ്റ് എഡിറ്റിന് വേണ്ടി അല്ല ഒരു മൂവി പ്രൊജക്റ്റിലേക്ക് നമ്മൾ വരുമ്പോൾ എത്ര നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എഡിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ ഒരു പ്രൊഡക്റ്റിനെ. അപ്പൊ അതിനെ എത്രത്തോളം നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതിനകത്ത് ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ പുതിയ ഇപ്പം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം നമ്മളൊരു 90s മൂവി ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ലാഗ് ആയിട്ട് ഫീൽ ചെയ്യും, പക്ഷെ അന്ന് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ആ സെയിം തന്നെയാണ് നമ്മുടെ ഒരു കാലഘട്ടം മാറുന്നതനുസരിച്ച് അത് ഡിമാൻഡ് ചെയ്യുന്ന കൈൻഡ് ഓഫ് എഡിറ്റ് കൊണ്ടുവരാൻ നോക്കും. നമ്മളത് പഴയ ആ സ്റ്റൈലാണ് അല്ലെങ്കിൽ സ്ലോ പേസ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് ആവില്ല. ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടതാണ്, കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എഡിറ്റേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ട് ക്ലബ് ഓഫ്. അപ്പൊ അതിനകത്ത് രസകരമായിട്ടൊരു കാര്യം ചോദിക്കുക, സിമ്പിൾ ആയിട്ട് എഡിറ്റിങ്ങിനെ പറ്റി സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന, കോമൺ മാന് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറയാമോ? എനിക്ക് തോന്നുന്നു രഞ്ജൻ സാറാണെന്ന് തോന്നുന്നു പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു വീട്ടില് കുറച്ച് സാധനങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ ഒരാൾ കൊണ്ടുവരുവാണെങ്കിൽ കൊണ്ടുവന്നിട്ട് സാമ്പാർ വെക്കാൻ പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെക്കാൻ പറയും. അപ്പൊ നമുക്ക് ഏത് രീതിയിലും വെക്കാം, കുറെ കഷ്ണങ്ങൾ ഇട്ടിട്ട് വെക്കാം, അല്ലെങ്കിൽ വേറെ എന്താ പറയുക വളരെ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വെക്കാം, അതിന്റെ വേറൊരു വിഭവം അതുകൊണ്ട് ഉണ്ടാക്കാം, ആ ഒരു രീതിയിൽ. അങ്ങനെ ഇപ്പൊ ഞാൻ ആ ചോദ്യം ചോദിക്കുക, ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ പ്രോസസ് ഒന്ന് നരേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും പറയാ? ഇപ്പം നമുക്ക് ഈ മൂവി കാണുന്ന ഓർഡറിലല്ലല്ലോ ഒരിക്കലും ഷൂട്ട് ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ, പല ലൊക്കേഷൻസിലും, പല ആക്ടേഴ്സും അല്ലെങ്കിൽ പല സിറ്റുവേഷൻസിലും പല സ്ഥലങ്ങളിലായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് ഫിലിമിന്റെ ഫുട്ടേജ് എന്ന് പറയുന്നത്. ഈ ഫുട്ടേജിനെ നമ്മൾ ഡയറക്ടറിന്റെ സ്ക്രിപ്റ്റ് പ്രകാരം ഇതിനെ ഓർഡർ ചെയ്ത് ഒരു മൂവി ആക്കുന്നു. ഇതാണ് ബേസിക്കലി നമുക്ക് നടക്കുന്നത്. ഈ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ നമുക്കതിനെ രണ്ട് രീതിയിൽ ചെയ്യാം. ഇപ്പം ഒരു പേസ്, ഒരു പടം നമ്മൾ എപ്പോഴും ഒരു മൂവി എഡിറ്റ് ചെയ്യുമ്പോൾ ആ പടം ഡിമാൻഡ് ചെയ്യുന്ന സ്പീഡ് ആയിരിക്കണം നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ കൂടുതലും ആക്ഷൻ ഫിലിംസ് അല്ല ത്രില്ലേഴ്സ് ആണ് കൂടുതലും ഞാൻ ചെയ്യുന്നത്. എന്നാൽ ഞാൻ അതിനേക്കാളും സ്ലോ പേസ് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ പരദേശി ലാൽ സാറിന്റെ അത് ഭയങ്കര ഒരു കുറച്ച് ആണ്. പിന്നെ വേറെ ഒരു ഫിലിം ഉണ്ടായിരുന്നു, മൂന്നാമതൊരാളൊക്കെ തലപ്പാവ്, അതൊക്കെ നമ്മള് വേറെ കൈൻഡ് ഓഫ് ഒരു എഡിറ്റ് ആണ്. അപ്പൊ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പാറ്റേണിലല്ല. ചാപ്പാ കുരിശ് അത് വേറൊരു ബേസ് ആണ് ആ പടത്തിന്റെ. ആ പടം ഡിമാൻഡ് ചെയ്യുന്ന എഡിറ്റ് ആയിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മളെ ടോപ്പിക്കിലേക്ക് വരുമ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു സീക്വൻസ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്, പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്യുന്ന സാധനത്തിന് ഓർഡർ ചെയ്തിട്ട് ഇതിന് നമ്മൾ കാണുന്നു. കണ്ടു കഴിയുമ്പോൾ നമുക്കൊരു തിയേറ്ററിൽ ലിമിറ്റ് ഉണ്ടല്ലോ, 3 hours ആണെങ്കിൽ 3 hours, അത് വേണ്ട നമുക്ക് 2 hour ആണെങ്കിൽ 2 hourലേക്ക് ഇതിനെ ഷ്രിങ്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ കഥ പോകാതെ നമ്മൾ ഈ 2 മണിക്കൂറിൽ ആക്കുക. ഇതാണ് ബേസിക്കലി എഡിറ്ററിന്റെ ഒരു ജോലി. അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കാറുണ്ടോ? ഫസ്റ്റ് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ കയറും. ഇത് കഴിയുമ്പോൾ അത് നമ്മുടെ മൈൻഡിൽ കിടക്കണം. ഇപ്പൊ നമ്മളൊരു മൂവി ഇപ്പം ചെയ്യുമ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് ഷോട്ട്സ് ഒരുപാടുണ്ട്. അത് ഓക്കെ ആയിട്ടുള്ള ഷോട്ട്സ് മാത്രമേ നമ്മൾ വെക്കുന്നുള്ളൂ, ഓക്കെ അല്ലാത്ത ഷോട്ട്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ കാണണം. ഇപ്പം 1000 ഷോട്ട്സ് ഉണ്ടെങ്കിൽ 1000 ഷോട്ട്സും കണ്ടിട്ട് അതിന് ചിലപ്പോൾ 250 ഷോട്ട്സ് ആയിരിക്കും കാണുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ മൈൻഡിൽ എപ്പോഴും മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ഈ ഷോർട്സ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു ഓൾട്ടർനേറ്റീവ്, ഒരു സീൻ റിമൂവ് ചെയ്യുകയാണ്. ഇപ്പം
എമ്പുരാൻ ഇപ്പം വിവാദമായിട്ട് ഇപ്പം ഒരു സീക്വൻസ് റിമൂവ് ചെയ്യണം. അതെ അതെ അപ്പൊ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മളൊരു ഷോർട്സ് ഉണ്ട്. ഓക്കെ ചിലപ്പം അതിനെ കവറപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോട്ട് ഉണ്ടെങ്കിൽ ആ ഷോട്ട് നമുക്ക് ഓർമ്മയിലുണ്ടായിരിക്കണം. ഓക്കെ അത് ഡയറക്ടർ ഓഫ്കോഴ്സ് പറയും. അപ്പൊ നമ്മളും അത് പെട്ടെന്ന് പറയുമ്പോൾ അത് പ്ലേസ് ചെയ്യുക, അതിനെ പാച്ച് ചെയ്യാം. ഡോണിന്റെ കരിയറിൽ അങ്ങനെ ഒരു മൂവി ഉണ്ടോ റിലീസ് ആയതില് ആഫ്റ്റർ റിലീസ് ചെയ്തിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് റിലീസ് ചെയ്ത് വേറൊരു മൂവി? ഇല്ല. നമ്മളിപ്പോ എന്താ പറയുക എഡിറ്റ് ചെയ്യാതെ കാണാൻ കണ്ടവരൊക്കെ ഒത്തിരി പറയുന്നത് അതാ അങ്ങനെ കണ്ടതാണ് ഭാഗ്യമെന്ന്. ചിലരൊക്കെ ഇനി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വേർഷൻ കാണാൻ പോകുന്നവരൊക്കെ ഉണ്ട്. എമ്പുരാനെ പറ്റി ഞാൻ പറഞ്ഞതാണ്. ഫ്രണ്ട്സ് പറയും എഡിറ്റ് ചെയ്ത് വരുന്നത് എന്താണെന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർ വീണ്ടും ടിക്കറ്റ് എടുത്താലോ എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ഈ കരിയറിൽ പ്രത്യേകിച്ച് ചോദിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒത്തിരി പേര് ഇന്റർനാഷണൽ കോഴ്സിനൊക്കെ ഇവിടെ വരാറുണ്ടല്ലോ. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചത് എഡിറ്റിംഗിലും ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ ഏത് രീതിയിലാണ് കരിയർ മൂവ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അതിപ്പം നമുക്ക് ഇവിടെയുള്ളവർക്കാണെങ്കിലും ഇങ്ങനെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു എഡിറ്റിംഗ്, സൗണ്ട് ഡിസൈനിങ് അങ്ങനത്തെ ഇതിലേക്ക് പോകാനായിട്ട് ഒരുപാട് സാധ്യതകൾ ഇപ്പം ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ഇതിന്റെ എല്ലാം ബേസിക് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് മീൻസ് നമ്മൾ എത്ര ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മളൊരു എഡിറ്റിംഗ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത പല വർക്കുകളും കാണുമ്പോൾ നമുക്ക് ഓർക്കും ഇത് അയ്യോ അത് ശരിയായില്ലല്ലോ, അന്ന് ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ ഒരുപാട് വർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് ഇതാവുള്ളൂ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് ബാക്കിയുള്ളതെല്ലാം വരും. അപ്പൊ ആ വർക്ക് ചെയ്യാനുള്ള ടൈം കണ്ടെത്തണം. അപ്പം ബേസിക്കലി ഇവിടെ ഉള്ളവർക്കാണ് നമുക്ക് ഓൺലൈൻ പഠിക്കാം, അല്ലെങ്കിൽ വീക്കെൻഡ് കോഴ്സുകളൊക്കെ ഓൺലൈൻ ഉണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താ പറയുക വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം. സ്വന്തമായിട്ടുള്ള ഇപ്പം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ക്യാമറാസ് ആണ് മൊബൈലിൽ വരുന്നത്. അതില് നമ്മളതായുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി മൂവ് ആവും. പിന്നീട് തന്നെ അടുത്ത വഴി തെളിയുവാണ്. ഓക്കെ. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഡോണിന്റെ പാഷനും പ്രൊഫഷനും ഒന്ന് തന്നെയാണോ? എനിക്ക് വേറെ ചില കാര്യങ്ങള് പാഷനേറ്റ് ആണ്. ഫോട്ടോഗ്രാഫി റിലേറ്റഡ് ആണല്ലോ, ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണല്ലോ. അത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ദാറ്റ്സ് എ ഗുഡ് തിങ് ടു നോ. ഇപ്പം ഈ പാഷന്റെ പുറകെ പോയിട്ട് ചിലപ്പോൾ ചിലർക്കൊക്കെ വിചാരിക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പറ്റില്ല അല്ലെങ്കിൽ ഇതായിരുന്നില്ല എന്നൊരിക്കലും എനിക്ക് തോന്നുന്നു ആ ഒരു അഡ്വൈസ് ആയിരിക്കും. ഇപ്പം ഇത്രയും ടെക്നോളജി യൂട്യൂബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് പലതും കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കാം, റെക്കോർഡ് ചെയ്ത് നോക്കാം, എഡിറ്റ് ചെയ്ത് നോക്കാം, പ്ലേ ചെയ്ത് നോക്കാം. പിന്നെ അതാണ് ശരിയെന്ന് തോന്നുവാണെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോകാം. ഓക്കെ, നല്ലൊരു അഡ്വൈസ് ആണ് കേട്ടോ. താങ്ക് യു. ഞാനിപ്പോ എഡിറ്റിംഗ് ടേബിളിനെ പറ്റി ഇങ്ങനെ ചോദിച്ചല്ലോ, ആക്ടേഴ്സിനെ കാണുമ്പോൾ നമ്മളെന്താ പറയുന്നത് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എഡിറ്റിംഗ് ടേബിളിലാണെന്ന് മറന്നുപോയിട്ട് അതൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഇത് ഫുള്ള് കണ്ടിട്ട് പിന്നെ ഒന്നും കൂടെ കംബാക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇപ്പം അങ്ങനെ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ലാലേട്ടനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഓർമ്മ വരിക? ഏതെങ്കിലും ഒരു മൂവി ഓർമ്മയുണ്ടോ? എനിക്ക് ആക്ച്വലി പരദേശി എന്ന് പറഞ്ഞ മൂവി, അതില് സാറ് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുപാട് ഷോട്ട്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് രണ്ട് ഇതുണ്ട്, ഒരു ചെറുപ്പത്തിന്റെ അതുകൊണ്ട് ഏജ് ആയിട്ടുള്ള ഇതില് ചില സീൻസ് ഒക്കെ ഭയങ്കര ടച്ചിങ് ആണ്, ഭയങ്കരമായിട്ടുള്ള. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന എമ്പുരാനിൽ കാണുന്ന ലാൽ സാർ അല്ല, ചോട്ടാ മുംബൈ അങ്ങനത്തെ മൂവീസ് അതിനകത്തെ ഹ്യൂമർ, ഹലോ എന്ന് പറഞ്ഞ മൂവി അതിനകത്തൊക്കെ ഭയങ്കരമായിട്ട് സാറിന് വേറെ ഒരു വേർഷൻ കാണാൻ പറ്റിയിട്ടുണ്ട്. അത് എന്താ പറയുന്നത് ഇതെല്ലാം ഒരു കംപ്ലീറ്റ് ആക്ടർ തന്നെ പറയാലോ. ആർക്കും അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. പൃഥ്വിരാജിനെ പറ്റി പറയുകയാണെങ്കിലോ? പൃഥ്വിരാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാവർക്കും അറിയാം. വലിയൊരു ഇപ്പം ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വലിയൊരു ആക്ടറായിട്ട് മാറി, അതുപോലെ തന്നെ വലിയ ഡയറക്ടറായിട്ട് മാറി. പാൻ ഇന്ത്യ എന്നുള്ള കോൺസെപ്റ്റ് അല്ലേ പാൻ ഇന്ത്യൻ നമ്മുടെ മലയാളത്തിന്റെ പാൻ ഇന്ത്യ താരമാണ്. അതുപോലെ മൂവീസ് ലൈക്ക് ആക്ട് ചെയ്ത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു മൂവീസും അതുപോലെയാണല്ലോ എല്ലാം. രചന
പറഞ്ഞാല് അതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും വ്യക്തമായ ധാരണയുള്ള ആളാണ്. എല്ലാ ടെക്നീഷ്യൻസിനും എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്ത് എക്യുപ്മെന്റ്സ് വരും, എന്ത് ഫോർമാറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് പുതിയ ടെക്നോളജി, എല്ലാം പുള്ളി അറിയാം. അതിന്റെ മികവാണ് ഓരോ മൂവിയിലും പുള്ളി ചെയ്യുന്നത്. ആസ് ആൻ ആക്ടർ ആയിരിക്കുമ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള സൈഡും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ എഡിറ്ററായിട്ട് നിൽക്കുന്നു, അപ്പുറം പോയി ആക്ടിങ് പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാല് ഒരിക്കലും പ്രാക്ടിക്കലി നടക്കില്ല. അതാണ്. അപ്പൊ മഞ്ജു വാര്യരെ പറ്റി ചോദിച്ചാലോ? നമ്മള് ഭയങ്കര ഇതാണ് ഈ പറഞ്ഞ, നമുക്ക് എന്നും അത് ഭയങ്കര അതിമനോഹരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ കണ്ടിട്ട് നമ്മളെ കുറിച്ച് പറയാനുണ്ട്. ഭയങ്കര എക്സലന്റ് ആയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മീര ജാസ്മിന്റെ പടം ചെയ്തു. മീര ജാസ്മിന് എന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? മീര ജാസ്മിൻ ആക്ച്വലി നമ്മുടെ 10 കർമ്മങ്ങൾക്കകത്തൊരു പോലീസ് ഓഫീസറായിട്ടാണ് അതിൽ ചെയ്യാത്ത ഒരു ക്യാരക്ടറായിരുന്നു. അത് കുറച്ചൊരു എന്താണ്, ഒരു സ്ഥിരം ചെയ്യുന്ന ഫോർമാറ്റ് മാറിയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. പക്ഷെ ഭയങ്കര കംഫർട്ടായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. കാരണം സീൻ പെട്ടെന്ന് ഇമോഷൻസ് ആണെങ്കിലും എന്തും സഡൻ ആയിട്ട് ഒരു ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരുപാട് മൂവീസിനകത്ത് അത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. എക്സലന്റ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. മീര ജാസ്മിന്റെ ഒരുപാട് മൂവീസ് കണ്ട് നമ്മൾ കരയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, കസ്തൂരിമാൻ പോലത്തെ മൂവിയൊക്കെ. അപ്പം ഞാനും മീര ജാസ്മിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ആക്ടിങ്ങില്, ഫിലിമില്, സ്ക്രീനിൽ കാണാൻ ഒത്തിരി ഇഷ്ടമാണ്. പിന്നെ എനിക്കിനി ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു. ഇനിയുള്ള പ്രോജക്റ്റില് ആരെ വെച്ചിട്ടൊക്കെ ചെയ്യാനായിരിക്കും താല്പര്യം? ബിഗ് ലൈക്ക് എന്താ പറയുന്നത്, നമ്മൾക്ക് ഒരുപാട് ഇപ്പൊ നമ്മൾ പറയും സൂപ്പർ സ്റ്റാർസ് എന്ന് പറയും, അല്ലെങ്കിൽ പുതിയതായിട്ട് അഭിനയത്തിലോട്ട് വരുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ എങ്ങനെയുള്ള ആളുകളെ വെച്ചിട്ടൊക്കെയാണ് ചെയ്യാനായിട്ട് ഡോണിന് താല്പര്യം? എനിക്ക് ആക്ച്വലി എന്റെ മൈൻഡിൽ ഉള്ള കുറച്ച് സബ്ജക്ട്സുകളുണ്ട്, എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള സബ്ജക്ട്സുകളുണ്ട്. അപ്പൊ അത് ഡിമാൻഡ് ചെയ്യുന്ന ആരാണോ അവരെ വെച്ച്, ഇപ്പം ഞാൻ ലാസ്റ്റ് ചെയ്ത മൂവി എല്ലാം പുതിയ ആൾക്കാരാണ്. റേച്ചൽ, ഷാജു ശ്രീധർ, പിന്നെ രണ്ട് പേര് മാത്രമേ ഫെമിലിയർ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഫിലിം സ്കൂളിൽ നിന്ന് വന്ന ആൾക്കാരും അങ്ങനെ ഓഡിഷൻ ചെയ്ത് എടുത്ത ആൾക്കാരുമാണ്. സബ്ജക്ട് ഡിമാൻഡ് ചെയ്യുന്നതും എനിക്ക് എന്റെ ഡ്രീമിലുള്ള സബ്ജക്ട്സുകൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അങ്ങനെയാണ് ഞാൻ പിക്ക് ചെയ്യുന്നത്. എനിക്കിപ്പം ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് എനിക്ക് ഞാൻ ചെയ്യില്ല. സബ്ജക്ട് അത് എനിക്ക് വർക്കാകുന്ന തോന്നുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ. അതാണ് എന്റെ ഒരു വിഷൻ അതിനകത്ത്. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അപ്പം എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, നമ്മൾ എഡിറ്റർ ജേർണിയെ പറ്റി പറഞ്ഞു, പ്രൊഡ്യൂസർ ഡയറക്ടർ ജേർണിയെ പറ്റി, ഡയറക്ടർ ആയിട്ടാണ് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഒരു ഇന്റർനാഷണൽ ലെവലിലോട്ട് നമ്മൾ അറിയുമ്പോൾ, ഇപ്പൊ മലയാള സിനിമയില് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ അറിയപ്പെടുമ്പോ, ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുമ്പോൾ അതൊരു എഡിറ്റർ ആയിട്ടാണോ, പ്രൊഡ്യൂസർ ആയിട്ടാണോ, ഡയറക്ടർ ആയിട്ടാണോ അറിയപ്പെടാൻ താല്പര്യം? ലൈക്ക് when you travel through all the steps in your career? ആക്ച്വലി നമ്മള് എഡിറ്റിംഗ് വഴിയാണല്ലോ എനിക്ക് എൻട്രി വന്നത്. അതൊരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പം വിളിച്ചത് ട്രെയിലർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ എഡിറ്ററാണെങ്കിൽ ഞാൻ വന്ന് ചെയ്യും. ഞാനിപ്പം അത് കഴിഞ്ഞിട്ട് ഇത്രയും മൂവീസിന് ഞാൻ ട്രെയിലർ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല. മീൻസ് പക്ഷെ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞാൽ, നമുക്ക് എല്ലാവരുടെയും ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു എന്താണ്, ഒരു യൂണിവേഴ്സലി അക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഫിലിം മേക്കർ. അതാണ് ഡ്രീമാണ്. നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴ് ഇൻഡസ്ട്രി, തെലുങ്ക് ഇൻഡസ്ട്രി എവിടെയായാലും ഒരു ഗുരുനാഥനുണ്ടോ? ഡോൺ പറയുവാണെങ്കിൽ, ചോദിക്കുവാണെങ്കിൽ, ഒരു ഞാൻ അദ്ദേഹത്തിന്റെ വർക്ക് കണ്ടിട്ടാണ് മോട്ടിവേറ്റഡ് ആയത്, അങ്ങനെ പറയാനായിട്ട് ഒരു സ്റ്റോറി ഉണ്ടോ? ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. ശരിക്കും ഞാൻ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല എഡിറ്റിങ്ങില്. അതുകൊണ്ട് പറഞ്ഞ അയർലൻഡിലുള്ളവർക്കും സിനിമ എഡിറ്റർ ആകാം. അത് സർപ്രൈസ് ആണ് കേട്ടോ. കാരണം ടൈഗറിന് അപ്പൊ ട്രെയിലർ ചെയ്യുമ്പോ ഒരു അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തൊരു ജേർണി ഉണ്ടായിരുന്നില്ല. ഇല്ല, ഞാൻ ചാനൽസിലായിരുന്നു. അതില് എന്റെ ഗുരു എന്ന് പറയുന്നത് ശരിക്കും ഷാജിക്കര സാറാണ്. സാറാണ് എനിക്ക് ആക്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. അന്ന് ഈ നാട്ടുരാജാവിന്റെ ട്രെയിലറിന് ശേഷം സാർ ഇങ്ങനെ പ്രൊജക്ട് ഓഫർ ചെയ്യുന്നു. സാറിന്റെ അടുത്തു നിന്നാണ് ഞാൻ അതിന്റെ ഒരു
ശരിക്കും ബേസിക്സ് എല്ലാം പഠിക്കുന്നത്. ഓക്കെ കാരണം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന എങ്കിലും നമുക്ക് അന്ന് ആ ടൈമിൽ ഒരു എന്താ പറയുന്ന ഒരു ഇപ്പോഴത്തെ പോലെ ഒരു റിസർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് നോക്കാനോ അല്ലെങ്കിൽ അത് ആരെ വിളിച്ച് ചോദിച്ച് പെട്ടെന്ന് ഇത് എങ്ങനെ ചെയ്യും അതെ അങ്ങനെ വിളിക്കാനോ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും വയ്യ ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു സമയത്താണെങ്കിൽ. അപ്പം അത് ടെക്നോളജി അന്ന് ഇത്രയും ഇതല്ല ആ ടൈമിൽ നമുക്ക്. പിന്നെ അന്ന് എല്ലാരും ഭയങ്കര എന്താ പറയുന്നത് എക്സ്പെർട്സ് ആണ് ഉള്ളത് അന്ന് ഫീൽഡിലുള്ളത്. അതിന്റെ കോർ ആയിട്ടുള്ള ആൾക്കാർ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഏറ്റവും വലിയ എഡിറ്റേഴ്സിന്റെ ടൈമാണ്. അപ്പം ആ ടൈമിൽ നമുക്കൊരു അതിനെ ഇപ്പം ആ ഒരു ഇതിലേക്ക് എത്താൻ അല്ലെ ആ ഒരു കാറ്റഗറിയിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു പാടായിരുന്നു. മീൻസ് നമുക്ക് അത്രയും പഠിക്കണം. അവരൊക്കെ വർഷങ്ങളായിട്ട് നിന്ന് പഠിച്ചവരാണ്. 10-20 വർഷവും 15 വർഷമൊക്കെ അസിസ്റ്റ് ചെയ്തവരുണ്ട്. അപ്പം നമുക്കത് അതൊക്കെ ഷാജി സാറിന്റെ കൂടെ വന്നപ്പോ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. സാറിന്റെ കൂടെ നിന്ന് വന്ന് മൂവി ഫിലിമിലുള്ള പ്രോസസ് തൊട്ട് എല്ലാം പഠിക്കാൻ പറ്റി. നല്ല ഇടിപ്പടം എന്നാണല്ലോ ഷാജി കൈലാസ് സാറിന്റെ പറയുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആക്ഷൻ മൂവീസിലൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നി ഞാൻ നോക്കുമ്പോ ആക്ഷൻ മൂവീസ് ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത് തോന്നുന്നു അല്ലെ? ആക്ഷൻ. ഓക്കെ. ഞാൻ വേറൊരു കാര്യം കൂടെ ഓർക്കുന്നു, പെട്ടെന്ന് ഓർമ്മ വന്നാണ്. നമ്മുടെ ജെയിൻ സാർ ഉണ്ടല്ലോ, ജെയിൻ സാറിന്റെ മരിച്ച ദിവസവും ഡോൺ മാക്സിന്റെ ജന്മദിനവും ഒക്കെ ഒരു ദിവസമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത് സത്യമാണോ? അത് ചുമ്മാ തമാശക്ക് പറഞ്ഞത് സത്യമാണ്. ഓക്കെ. വേറൊരു ഇത് കൂടെ കേട്ടിരുന്നു, അതായത് ഒരു ആക്ഷൻ ഹീറോ മരിച്ചപ്പോ വേറൊരു ആക്ഷൻ ഹീറോ എഡിറ്റർ ജന്മം എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല അത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോംവർക്ക് ഞാൻ ചെയ്തിരുന്നു. അപ്പൊ ഞാൻ കണ്ടതാണ്. അപ്പൊ ഞാൻ യാദൃശ്ചികമായിട്ടാണെങ്കിലും അതൊരു കാര്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജേർണി എടുത്ത് നോക്കുമ്പോൾ കൂടുതൽ ആക്ഷൻ മൂവീസ് ആണല്ലോ ചെയ്തിരിക്കുന്നത്. നമ്മള് സൂപ്പർ ഹീറോ ഒന്നുമല്ല, നമ്മളൊരു സിനിമയെ സ്നേഹിക്കുന്ന ഒരു ടെക്നീഷ്യൻ. അതിൽ കൂടുതൽ ഞാനൊരു സിനിമ നമുക്കൊരു പാഷനേറ്റ് ആണ്. നമ്മള് സിനിമയെ എത്രത്തോളം സിനിമയെ അത്രയും നമ്മള് ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അവിടെ എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുണ്ട്. അപ്പൊ സിനിമയെ കണ്ടിട്ടാണോ എഡിറ്റർ ആയത്? അത് സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണോ എഡിറ്റർ ആയത്? സിനിമ നമുക്ക് എല്ലാവർക്കും ഒരു ഇതാണല്ലോ, ഒരു എത്ര ഫീൽഡ് ഉണ്ടെങ്കിലും സിനിമ എന്ന് പറയുമ്പോ അതിനൊരു വാല്യൂ ഉള്ള ഉണ്ട്, എന്തുകൊണ്ട് എപ്പോഴും ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഒരിക്കലും ആ ടൈമില് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പെട്ടെന്ന് നാളെ സിനിമ എഡിറ്റർ ആകാമെന്നൊന്നും ഒരിക്കലും പറ്റില്ല. പക്ഷെ ആ ടൈം ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം പിന്നീട് എപ്പോഴെങ്കിലും ഒരു മൂവി 1-2 മൂവി, ഓഫ് കോഴ്സ് നമുക്ക് ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. ഇപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങി അല്ലെങ്കിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയെന്ന് വെച്ചാൽ പിറ്റേ ദിവസം എക്സ്പെർട്ട് ആവില്ലല്ലോ. അതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ കിട്ടത്തുള്ളൂ. എനിക്ക് ചോദിക്കാനുള്ളത്, ഡോണിന്റെ കൂടെ ഒരു ടീം ഉണ്ടോ, അതോ ഡോൺ ഒറ്റയ്ക്കാണോ? ഹൗ ഡു യു ഹാൻഡിൽ ദ പ്രോജക്ട്? അതോ ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ടീമുണ്ടോ, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഇന്റേൺഷിപ്പ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മള് എന്റെ കൂടെ കുറെ അസിസ്റ്റന്റും അസോസിയേറ്റ് എഡിറ്റേഴ്സും ഉണ്ടായിരുന്നു. അവരെല്ലാരും തന്നെ ഒരുപാട് പേര് ഇപ്പം എഡിറ്റേഴ്സ് ആണ്, ഇൻഡസ്ട്രിയിൽ തന്നെ എഡിറ്റേഴ്സ് ആണ്. അപ്പൊ അത് നമുക്കങ്ങനെ ടീം ഇല്ലാതെ ഒരു വലിയ ഫിലിം ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും നമ്മള് സൂപ്പർവൈസ് ചെയ്യണം, അല്ലെ അതിനെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ആൾക്കാരെ ഏൽപ്പിക്കണം. എങ്കിൽ മാത്രമേ അത് ഇപ്പൊ നമുക്ക് തന്നെ പോയി ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതില് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൂടെ നിർത്തുന്നു, അവര് ട്രെയിൻഡ് ആകുന്നു, അതിനുശേഷം അവർ ഇൻഡിപെൻഡന്റ് ആകും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്. അപ്പൊ പക്ഷെ ഞാൻ അറ്റ് പ്രസന്റ് ആക്ച്വലി ഞാൻ വളരെ എനിക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ ഫീച്ചർ ഫിലിംസ് ഇപ്പം അങ്ങനെ അധികം ചെയ്യുന്നില്ല. ട്രെയിലേഴ്സ് ആവുമ്പോൾ ഞാൻ തന്നെയാണ് കൂടുതലും ഇരിക്കുന്നത്. ഇപ്പം ട്രെയിലർ ഞാൻ പറഞ്ഞു, ഇപ്പൊ ട്രെയിലറൊക്കെ എപ്പോഴെങ്കിലും ഫാമിലി ഒക്കെ കാണിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ആക്ച്വലി ഈ വർക്കിന്റെ ഒരു എത്തിക്സ് ഉണ്ടല്ലോ, നമ്മളിപ്പോ അങ്ങനെ ഫാമിലി ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഡയറക്ടർ പറയുന്നത് കാണിക്കുന്നു പറഞ്ഞാൽ നമ്മൾ കാണിക്കും. ചിലപ്പോ ഇങ്ങനെ കാറ്റഗറി ഇപ്പം മൂവി എഡിറ്റ് ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു ഈ കാറ്റഗറീസ് ഓഡിയൻസിന്റെ കാറ്റഗറി ഒക്കെ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ? മനസ്സിലാക്കേണ്ടത് ലൈക്ക് നമ്മളിപ്പോ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസ് ആണ് ഈ മൂവി കാണാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ? ലൈക്ക് അതിലപ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ ഈ സാധനം ഇവിടെ വരാൻ പാടില്ല ബിക്കോസ് ഇതാണ് നിങ്ങളുടെ ഓഡിയൻസ്, അങ്ങനെ ചിന്തിക്കാറുണ്ട്. തിയേറ്റർ പൾസ് എന്ന് പറയുന്ന ഒരു സംഭവം ഒരു OTT സിനിമ കാണുന്ന പോലെ അല്ലല്ലോ തിയേറ്ററിൽ കാണുന്നത്. അപ്പൊ അതിനകത്തും പല കൈൻഡ് ഓഫ് ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്ന് കാണുന്ന ഒരു സിനിമയാണ് ഒരു ഒറ്റ പ്ലേസിൽ. അപ്പൊ അതിനകത്ത് പലർക്കും പല
എന്താണ് ആശയങ്ങളുള്ള ആൾക്കാരാണ് ഒരു സിനിമ കാണുന്നത്. അതെ അത് തീർച്ചയായിട്ടും അതില് മെജോറിറ്റി ഏതാണോ അത് ഏതാണ് വർക്കാണെന്ന് നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവും. ഓക്കെ ഓക്കെ അപ്പം ആ എക്സ്പീരിയൻസ് നമുക്ക് അതുകൊണ്ട് തിയേറ്ററിൽ പോകണം, പടം കാണണം. എപ്പോഴും തിയേറ്റർ ആണോ പ്രിഫർ ചെയ്യുന്നത് ആ, കാണാൻ? തീർച്ചയായിട്ടും. ഓക്കെ. നമ്മളിവിടെ എന്താ പറയാ, നമുക്ക് തിയേറ്റർ മലയാളം മൂവീസ് വരും, അതല്ലെങ്കിൽ നമ്മളിങ്ങനെ കാത്തിരിക്കും OTT-ൽ എങ്ങനെ വരും, എങ്ങനെയൊക്കെ നമ്മൾ അല്ല, ഒറ്റ കാത്തിരിക്കും. കാണുന്ന ഇതെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് സിനിമയോട് ഭയങ്കരമായിട്ട് പാഷനേറ്റ് ഉള്ളവർക്ക് ഇപ്പം ഇവിടുത്തെ വർക്കും ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലും വെച്ചിട്ട് ഒരു പക്ഷേ തിയേറ്ററിൽ പോയിട്ട് എല്ലാ പടങ്ങളും കാണാൻ സാധിച്ചെന്ന് വരില്ല. OTT കാണണം. അത് കാരണം ഒരു സിനിമ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് തിയേറ്റർ കണ്ടാലേ നമുക്ക് അതിന്റെ ഒരു അതെ. ജഡ്ജ്മെന്റ് കിട്ടുള്ളൂ. അതാണ് ഇപ്പൊ ഇവരുടെ അതുപോലെ ഒരു മൂവിയാണല്ലോ അതെ. നമ്മൾ തിയേറ്ററിൽ കാണുമ്പോഴല്ലേ അതിന്റെ ഹോളിവുഡിലോട്ടൊക്കെ എങ്ങനെയാണ്, താല്പര്യമുണ്ടോ മൂവീസ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രോജക്റ്റ് കൊണ്ട് പോകണം താല്പര്യമുണ്ടോ? അതോ താല്പര്യം ഉണ്ട്. അതെല്ലാം ഇനി ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് ഓക്കെ. എത്താം. മിനിറ്റിൽ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ ഒരു ഫീൽഡിൽ നിന്ന് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി, ഇപ്പൊ നാളെ നോക്കുമ്പോൾ പറയാം ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. ലൈക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ. അപ്പൊ അതുപോലെ ഒരു കോമ്പറ്റീഷൻ സോഫ്റ്റ്വെയർ വൈസിലോ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് വൈസിലൊക്കെ എഡിറ്റിംഗ് ഫീൽഡിലൊക്കെ നടക്കുന്നുണ്ടോ? AI തന്നെ ഒരുപാടുണ്ട്. ഇപ്പം ഒരു ഇന്റർവ്യൂ തന്നെ ഇപ്പം AI കൊടുത്താൽ അത് തന്നെ എഡിറ്റ് ചെയ്ത് തരുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം. നമ്മൾ വേറെ വളരെ കുറച്ച് ആൾക്കാർ പക്ഷെ എങ്കിലും AIക്ക് ഉള്ള ഈ മുമ്പേ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ പോലെ തന്നെ തിയേറ്ററിൽ വർക്കാകുന്ന ഏതാണെന്ന് AIക്ക് ചിലപ്പം അറിയാൻ പറ്റും. യെസ്. ഓക്കെ. ആ ലോജിക്കൽ തിങ്കിങ് ഇമോഷൻ കണക്ട് ചെയ്തിട്ടുള്ള തിങ്കിങ് അവിടെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് എക്സാമ്പിൾ. ആക്ച്വലി കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് ഇപ്പോ അയർലൻഡിൽ എത്ര ദിവസം ഉണ്ട് ഇവിടെ അയർലൻഡില്? നാളെ പോകും. നാളെ പോവാം. അപ്പൊ ഞാൻ കറക്റ്റ് ദിവസമാണല്ലോ വന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോൺ മാക്സ്. അതുപോലെ തന്നെ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി. എനിക്ക് ആദ്യമായി കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഒരു സെലിബ്രിറ്റിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ. എന്തായാലും കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം. അതുപോലെ തന്നെ എഡിറ്റിംഗ് രംഗത്ത് ഇപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കണ്ട കേട്ടോ. ട്രെയിനിങ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്സ്, ഇതിനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം മടിക്കാതെ എല്ലാവരും ട്രൈ ചെയ്യുക. സ്റ്റേ ട്യൂൺ വിത്ത് മീ. താങ്ക് യു.